ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് എൻ്റെ വീടാണ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ഒരുപാട് ആഗ്രഹിച്ചും ഉണ്ടാക്കിയ വീടാണ്. നമ്മളെല്ലാവരെയും വലിയൊരാഗ്രഹമായിരിക്കൂലേ സ്വന്തമായിട്ടൊരു വീട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ വീട്. ഫസ്റ്റ് കാണുന്നത് സിറ്റ് ഔട്ടാണ്. അവിടെ തന്നെ ചെറിയൊരു പോർച്ചുണ്ട്. ഈ സിറ്റ് ഔട്ടിൽ ഞാൻ 2 ചെയറും ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോണത് ഹാളിലേക്കാണ്. ആകെ ഒരു ഹാളുള്ളൂ കേട്ടോ ഈ വീടിന്. ഇവിടെ തന്നെ ഒരു ദിവാങ്കോട്ടും മേശയും ടിവിയും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഹാളിൻ്റെ അരുവിലായിട്ട് ഒരു വാഷ് ബേസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ഒരു ബാത്റൂമുണ്ട്. ഈ വീടിന് ആകെ ഒരു ബാത്റൂമുള്ളൂ കേട്ടോ ഉള്ളിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഇത്. 2 ബെഡ്റൂമും ഒരേ വലിപ്പമാണ്. ഇവിടെ സ്റ്റഡി ടേബിൾ ഉണ്ട്, ചെറുതായിട്ടൊരു അയലുണ്ട്, ഐശുവിൻ്റെ തൊട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ ഏകദേശം പണി ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഷോക്കേസൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതാ 2ാമത്തെ ബെഡ്റൂമാണിത്. ഇവിടെ ലുലുവിൻ്റെ സ്റ്റഡി ടേബിൾ ഉണ്ട്, അതേപോലെ തന്നെ ഷോക്കേസൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും കർട്ടൻ ഇടാനുണ്ട്. ഇനി ഫസ്റ്റത്തെ ബെഡ്റൂമിന് റാക്കില്ല. ഈ റൂമിന് പിന്നെ ഞാൻ വെക്കണം പറഞ്ഞ് വെപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പോണത് പിന്നെ കിച്ചണിലേക്കാണ്. ഒരു കിച്ചൺ തന്നെ ഉള്ളൂ കേട്ടോ, വർക്ക് ഏരിയ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇവിടെ തന്നെയാണ് അടുപ്പും ഗ്യാസും സിങ്ങും എല്ലാം ഈ അടുക്കളയിൽ തന്നെയാണ്. ഫ്രിഡ്ജ് വെക്കാൻ ചെറിയൊരു സ്പേസ് ഉണ്ട്. കിച്ചണിൽ കുറച്ച് പണിയുണ്ട്, റാക്കിനൊക്കെ അടപ്പിടാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊരു ഷോക്കേസിനും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോണത് പുറത്തേക്കാണ്. പുറത്താണ് ഞങ്ങൾ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളത്. പുറത്തുള്ള കുളിമുറി ബാത്റൂം ഇപ്പം പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ഒന്നിൽ സാധാ ക്ലോസറ്റും ഉണ്ട്, ഒന്നിൽ ഒരു അരുവിലായിട്ട് യൂറോപ്യനും ഉണ്ട്, പിന്നെ കുളിക്കാല സൗകര്യമുണ്ട്. വീടിൻ്റെ ഒരു സൈഡിലായിട്ട് അലക്കണ കല്ലുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളെ കിണർ വരുന്നത് വേറൊരു സ്ഥലത്താണ്. അത് ഞങ്ങളെ സ്ഥലം തന്നെയാണ്, അത് വേറെ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കിയാൽ നിറച്ച് കവുന്തൈയുണ്ട്. മറ്റേ സൈഡിലാണ് കേട്ടോ തുണികളൊക്കെ അയലുമിടുന്നതൊക്കെ. ഈ സൈഡിൽ ചെറിയൊരു വഴിയുണ്ട്, അത് നേരെ പോണത് പുഴയ്ക്കാണ്. പുഴ ഇവിടെ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, തൊട്ട് ബാക്കിൽ തന്നെയാണ് പുഴ. ഈ വഴിയാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ എനിക്ക് മുന്നോട്ട് പോവാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.